വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നാമകരണത്തിൻ്റെ ശതാബ്ദി തിരുസഭ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ ആധുനിക ലോകത്തെ ഇത്രയധികം ആത്മീയമായി സ്വാധീനിച്ച ലിസ്സുവിലെ ചെറുപുഷ്പത്തിൻ്റെ ജീവിതത്തിലെ വീരോചിത പുണ്യമായി തിരുസഭ കണ്ടത് ആത്മീയ ശിശുത്വമാണ്. ഇത് കൊച്ചുത്രേസ്യായെ സ്വർഗോന്മുഖമായി വിശുദ്ധി വളരുവാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. സഭ അവളുടെ ഈ വിശുദ്ധിയെ അംഗീകരിച്ചിട്ട് 1 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. എന്നിരുന്നാലും കുട്ടികളുടേതായ വിശ്വാസത്തിൻ്റെയും വിനയത്തിൻ്റെയും ദൈവത്തോടുള്ള നിരുപാധിക സ്നേഹത്തിൻ്റെയും സന്ദേശം എപ്പോഴും പുതുമയുള്ളതും ആഴത്തിൽ പ്രസക്തവുമാണ്. ഇന്ന് ഒരു വിശുദ്ധിക്ക് അല്ലെങ്കിൽ വിശുദ്ധിന് മാത്രമല്ല, സ്നേഹത്തോടെ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തികൾക്ക് പോലും ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു തന്ന കർമ്മലീത്ത വിശുദ്ധയാണ് ലിസ്സുവിലെ ചെറുപുഷ്പം. ഈ ശതാബ്ദി ആഘോഷം നമ്മുടെ ഹൃദയങ്ങളിലും ജീവിത വഴിത്താരകളിലും അഗ്നിയായി ജ്വലിക്കട്ടെ. സുന്ദരവും ലളിതവുമായ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ഈ കുറുക്കുവഴിയിലൂടെ നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. ഒരു കാലത്ത് ഫ്രാൻസിലെ ശാന്തമായ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന അലൻസോൺ എന്ന ഒരു ചെറിയ പട്ടണത്തിൽ സ്വർണ്ണ മുടിച്ചുരുളുകളും സ്വപ്നങ്ങൾ നിറഞ്ഞ ഹൃദയവുമുള്ള ഒരു കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നു. അവളുടെ പേര് തെരേസ് എന്നായിരുന്നു. ലിസ്സുവിലെ ചെറുപുഷ്പം എന്നറിയപ്പെട്ടിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ പിതാവായ ലൂയി മാർട്ടിന്റെയും അമ്മയായ സെലിൻ മാർട്ടിന്റെയും ഒപ്പം തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് പ്രശാന്ത സുന്ദരവും ആത്മീയത നിറഞ്ഞതുമായ ഈ ഇടങ്ങളിലായിരുന്നു. ദൈവത്തെ എന്തിനേക്കാളും സ്നേഹിച്ച ഒരു കുടുംബത്തിലാണ് കൊച്ചുത്രേസ്യ വളർന്നത്. അവളുടെ അമ്മ സെലി ഒരു ലേസ് നിർമ്മാതാവായിരുന്നു. അവളുടെ കൈകൾ ദീർഘനേരം ജോലി ചെയ്തിരുന്നു. പക്ഷേ അവളുടെ ഹൃദയം ഒരിക്കലും പ്രാർത്ഥന നിർത്തിയിട്ടില്ല. അവൾ പലപ്പോഴും കുട്ടികളോട് മന്ത്രിക്കുമായിരുന്നു, ദൈവം എല്ലാം കാണുന്നു, നമ്മൾ പാത്രങ്ങൾ എങ്ങനെ കഴുകുന്നു എന്നതിലെ സ്നേഹം പോലും. ഒരിക്കൽ സഹോദരൻ എഴുതിയ കത്തിൽ അവൾ പറയുന്നു, ദൈവം എനിക്ക് ഭൂമിയേക്കാൾ സ്വർഗയോഗ്യനായ ഒരു പിതാവിനെയും അമ്മയെയും തന്നു. അവർ കർത്താവിനോട് ധാരാളം കുട്ടികളെ നൽകാനും അവരെ തനിക്കായി എടുക്കാനും അപേക്ഷിച്ചു. അവരുടെ ആഗ്രഹം അങ്ങനെ സഫലമായി. തന്റെ ശൈശവകാലത്ത് 4.5 വർഷം മാത്രമേ അമ്മയുടെ സ്നേഹം ആസ്വദിക്കാൻ കൊച്ചുത്രേസ്യയ്ക്ക് ഭാഗ്യം ലഭിച്ചിരുന്നുള്ളൂവെങ്കിലും ആ ഹ്രസ്വകാല അനുഭവം അവരുടെ സംരക്ഷണ പരിചരണത്തിൽ പൂർണ്ണ ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. ഇവരുടെ അമ്മ ഇവരോട് കാണിച്ച ചിന്താപൂർവമായ ശ്രദ്ധ ഓർമ്മിച്ചുകൊണ്ട് ത്രേസ്യ പറയുന്നുണ്ട്, ഒരമ്മയുടെ ഹൃദയം എത്ര സൂക്ഷ്മമാണ്. ആരും ചിന്തിക്കാത്ത 1000 ചെറിയ കാര്യങ്ങളിൽ അമ്മയുടെ ശ്രദ്ധയുണ്ടായിരുന്നു. കൊച്ചുത്രേസ്യയുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ദിവസവും ഉയർത്താൻ പഠിപ്പിച്ചത് ഇവളുടെ അമ്മയായിരുന്നു. അത് അവളുടെ അമ്മയുടെ മരണശേഷവും അവൾ വിശ്വസ്തയോടെ തുടർന്നു. തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ മരണം കൊച്ചുത്രേസ്യയുടെ ഹൃദയത്തെ ദുഃഖത്താൽ കീഴടക്കി. പക്ഷേ ചിലർ കരുതുന്നത് പോലെ അത് അവളുടെ കഴിവുകൾക്കിടയിൽ ഒരു മാനസിക വിഭ്രാന്തിയോ ഐക്യം നഷ്ടപ്പെടലോ ഉണ്ടാക്കിയില്ല. തനിക്ക് പ്രിയപ്പെട്ട എല്ലാത്തിൽ നിന്നും തന്നെ വേർപെടുത്തി തന്നിലേക്ക് തന്നെ പൂർണ്ണമായും ഒന്നിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് കൊച്ചുത്രേസ്യ ഈ പരീക്ഷണത്തെ കണ്ടത്. തൻ്റെ അമ്മയുടെ മരണശേഷം ത്രേസ്യ തൻ്റെ പിതാവിലാണ് ഏറ്റവും ആർദ്രവും മനസ്സിലാക്കുന്നതുമായ ഒരു സ്നേഹം കണ്ടെത്തിയത്. അവളുടെ പിതാവ് ലൂയിസ് പൂന്തോട്ടത്തിൽ നടക്കാനും നിശബ്ദമായ ദൈവത്തോട് സംസാരിക്കാനും ഇഷ്ടപ്പെട്ട ഒരു ശാന്തനായ മനുഷ്യനായിരുന്നു.
ഒരിക്കൽ അദ്ദേഹം കൊച്ചുത്രേസ്യായോട് പറഞ്ഞു, നീ വീഴുമ്പോൾ ഭയപ്പെടേണ്ട. ഒരു കുട്ടി അവളുടെ പിതാവിന്റെ അടുത്തേക്ക് ഓടുന്നത് പോലെ യേശുവിന്റെ അടുത്തേക്ക് ഓടുക. പ്രസംഗങ്ങളിലും പ്രാർത്ഥനയിലും നിത്യസത്യങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട ആ അമാനുഷിക ഭാവം അദ്ദേഹത്തിന്റെ മകളെ വളരെയധികം ആകർഷിച്ചു. വിശുദ്ധർ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് അവളെ പഠിപ്പിച്ചു. ദൈവത്തിന്റെ സ്നേഹനിർഭരമായ സ്വഭാവത്തെക്കുറിച്ച് കൊച്ചുത്രേസ്യയെ പഠിപ്പിക്കുന്നതിന് ഇവളുടെ പിതാവിന്റെ നന്മ ഏറ്റവും ശക്തമായ ഒരു പ്രോത്സാഹനമായിരുന്നു. ഇവരുടെ വീട്ടിൽ വിശുദ്ധി എന്നത് പ്രഭാത പ്രാർത്ഥനയിലും അപ്പം പങ്കിടുന്നതിലും പരസ്പരം കണ്ണുനീരിൽ ആശ്വസിപ്പിക്കുന്നതിലുമായിരുന്നു. കൊച്ചുത്രേസ്യയുടെ കുടുംബത്തിന്റെ മുദ്രാവാക്യം ഇതായിരിക്കാം: ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. ഇവർ പൂർണ്ണരായിരുന്നില്ല. രോഗം, മരണം, പരീക്ഷണങ്ങൾ എന്നിവയെല്ലാം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 4 വയസ്സുള്ളപ്പോൾ തെരേസിന് അമ്മയെ നഷ്ടപ്പെട്ടു. അവളുടെ അച്ഛൻ പിന്നീട് രോഗബാധിതനായി വളരെയധികം കഷ്ടപ്പെട്ടു. എന്നാൽ ഇതെല്ലാം സഹിച്ചും അവർ സ്വയം ചെറുതായി. വിശ്വാസത്തിലല്ല, ആത്മാവിനാലാണ്. സ്നേഹനിധിയായ ഒരു പിതാവിന്റെ കൈകളിലെ ശിശുവിനെ പോലെ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിന്റെ കാരുണ്യം സഹോദരിമാരിലൂടെ തെരേസ്യ അനുഭവിച്ചു. തെരേസ്യയുടെ മൂത്ത സഹോദരിമാരായ മരിയായും പൗളിനും ദൈവം അവളോട് കരുണ കാണിച്ച പ്രത്യേക ഉപകരണങ്ങളായിരുന്നു. അവന്റെ സ്നേഹം നേടാൻ അവർ ശ്രമിച്ചില്ല, അവർ അതിൽ വിശ്വസിച്ചു. I love you so much. Therese. What's on your mind? I'm thinking about our faraway desert place where we will always be together. ഒരു ദിവസം തെരേസ ജനാലയ്ക്കരികിലിരുന്നു. ആകാശത്ത് സ്വതന്ത്രമായി പറക്കുന്ന പക്ഷികളെ നോക്കി. മേഘങ്ങൾക്ക് മുകളിൽ ഉയരത്തിൽ പറക്കുന്ന ഒരു ശക്തനായ കഴുകനെ അവൾ കണ്ടു. കഴുകനെ പോലെ എനിക്ക് ദൈവത്തിലേക്ക് പറക്കാൻ ആഗ്രഹമുണ്ട്, അവൾ മന്ത്രിച്ചു. പക്ഷേ ഞാൻ ചെറിയ ചിറകുള്ള ഒരു ചെറിയ പക്ഷി മാത്രമാണ്. ഒരു വിശുദ്ധയാകാൻ അവൾക്ക് വളരെ പ്രയാസമാണെന്ന് തോന്നി. വിശുദ്ധിയാകാൻ വളരെ ചെറുതാണ് താൻ. എന്നാൽ അവളുടെ ഹൃദയത്തിൽ മനോഹരമായ ചിന്തയുണർന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സ്വന്തമായി പറക്കാൻ ശ്രമിക്കുകയില്ല. ഞാൻ എൻ്റെ ചെറിയ ചിറകുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തും. നല്ല ദൈവം എന്നെ അവൻ്റെ കൈകളിൽ വഹിക്കും. അവൾ ആത്മാവിന്റെ കുറുക്കുവഴി എന്ന് വിളിച്ചതിന്റെ തുടക്കമായിരുന്നു ഇത്. പൗളിൻ കൊച്ചുത്രേസ്യയെ തന്റെ കാർമലിൽ നിന്ന് ആദ്യ കുർബാനയ്ക്ക് ഒരുക്കുമ്പോൾ മരിയ വീട്ടിൽ വെച്ച് അവളെ ഉപദേശിച്ചിരുന്നു. Mark 10, verses 13 through 16. And they were bringing children to him that he might touch them. And the disciples Rebuked them. rebuked them. But when Jesus saw it, he was indignant and said to them, "Let the children come to me. Do not hinder them, for to such belongs the kingdom of God. Truly I say to you, whoever does not receive the kingdom of God like a child shall not enter it." Beautiful. Do I win the prize? You win the prize. Pauline, your shell purse! Are you sure? I'm sure. You've loved it so, now it's yours. Oh, thank you, thank you. You are the most wonderful sister in the world. No, you are. However, I have corrected your algebra lesson. No. How did I do? 2 wrong. Not bad, Professor. Papa, did you hear that? Only 2 wrong. Well done. Keep up the good work. Try not to enjoy yourselves too much, you two.
Oh no, we're very serious. I'm sure you are. Back to work, girls. Danced. മരിയായുടെ നിർദ്ദേശത്തെക്കുറിച്ച് തെരേസ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വസ്തതയിലൂടെ ഒരു വിശുദ്ധയാകാനുള്ള വഴി അവൾ ചൂണ്ടിക്കാണിച്ചു, ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ. Graceful lady. അവൾ എനിക്ക് ലഘുലേഖകൾ നൽകി എന്നെ സഹായിച്ചു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കാർമലിൽ ഉണ്ടാകുമായിരുന്നില്ല. Think about it. Thank you. തെരേസയുടെ വിചിത്രമായ രോഗാവസ്ഥയിൽ ഇവളെ പരിപാലിച്ചത് മാതൃസഹജമായ ക്ഷമയോടെയായിരുന്നു. Don't you notice that this is a ഒരിക്കൽ very serious പരിശുദ്ധ കന്യകാ മറിയം തന്റെ മനോഹരമായ പുഞ്ചിരിയാൽ അവളെ സുഖപ്പെടുത്തി. so long? Mother in heaven, I beg you with my whole heart, have pity on me. കൊച്ചു ത്രേസ്യായുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായമാകുന്നതിൽ സെലിനും വലിയ സഹായമായിരുന്നു. As long as I could, but you have to get ready. ഒരിക്കൽ ബോർഡിംഗ് സ്കൂളിൽ അവൾ പഠിച്ചിരുന്ന കാലത്ത് സെലിൻ തെരേസായെ അസൂയാലുക്കളായ പെൺകുട്ടികളിൽ നിന്ന് സംരക്ഷിച്ചു. I absolutely despise Sister Scholastica. She's an ugly old witch, and I wish she would die. Don't say that. Don't ever say that. Sister's special pet. You think you're so pious and good with your little baby curls. Well, I'll tell you what I think of you. You're a spoiled princess, and no one can abide to be around you, except perhaps your slave family. It's not true. You take it back. It is true. Everyone is laughing at you. The natural law is that law which God has written on the heart of man. In other words, it's the means by which we discern what is good and what is evil. Now, who can tell me the name of the other law God has given to us? Yes, Therese. Positive divine law? Very good. And the two divisions of positive divine law are? Yes, The old and new law? that is correct. I must ask all of you, except Therese Martin, to go home tonight and write a one-page paper on the difference between divine law and natural law. Let us pray. Glory be to the Father, and to the Son, and to the Holy Ghost, as it was in the beginning, is now, and ever shall be, world without end. Amen. In nomine Patris, et Filii, Spiritus Sancti. Amen. Class is dismissed. Thank you so much. Must be hard to be so perfect. അവളുടെ രണ്ട് മൂത്ത സഹോദരിമാർ മാർട്ടിൻ ഹോം വിട്ടുപോയതിനു ശേഷം ആത്മീയ കാര്യങ്ങൾ അവൾ തെരേസിന്റെ വിശ്വസ്തയായി. അങ്ങനെ
മാർട്ടിൻ കുടുംബത്തിന്റെ മുഴുവൻ അന്തരീക്ഷവും ഒരു വിശുദ്ധ സന്യാസ സമൂഹമായി തീർന്നു. Therese, aren't you coming? I'll just wait in the carriage. Are you sure? Pauline will be so disappointed. I can't. Just let me rest for a while. I'll feel better. Let her rest, Celine. കുട്ടിക്കാലം മുതൽ തന്നെ തെരേസ ഒരു വിശുദ്ധയാകാൻ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം വർഷങ്ങളായി വളർന്നു. പതിവ് തീഷ്ണതയോടെ അവൾ അതിനായി പരിശ്രമിച്ചു. എന്നാൽ അവൾക്ക് നല്ല മനസ്സുണ്ടായിരുന്നിട്ടും അവളുടെ ശ്രമങ്ങൾ പര്യാപ്തമല്ലെന്ന് അവൾ പെട്ടെന്ന് മനസ്സിലാക്കി. വിശുദ്ധരുടെ ജീവിതത്തിൽ ചിത്രീകരിക്കുന്നതുപോലെ മേഘങ്ങളിൽ മൂടപ്പെട്ട ഒരു ഉയർന്ന പർവ്വതത്തിന്റെ കൊടുമുടി പോലെയായിരുന്നു വിശുദ്ധി. സാധാരണക്കാർക്ക് എത്തിച്ചേരാനാകാത്തത്ര അകലെയായിരുന്നു അത്. കാരണം സ്വന്തം അപര്യാപ്തതയുടെ വികാരം അവളെ കൂടുതൽ ആകർഷിച്ചു. എന്നിരുന്നാലും മറുവശത്ത് കൈവരിക്കാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ ദൈവം പ്രചോദിപ്പിക്കുമെന്ന് അവൾക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനാൽ ചെറുതാണെങ്കിലും അവൾ എപ്പോഴും വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ നേടാനാകും? ഒരാളുടെ ഉയരത്തിനു വേണ്ടി ഒന്നും ചേർക്കാൻ കഴിയുകയില്ല. അവൾ സ്വയം ഉള്ളതുപോലെ തന്നെ സ്വയം അംഗീകരിക്കുകയും അവളുടെ അപൂർണതകൾ അനുഭവിക്കുകയും ചെയ്യണമായിരുന്നു. ചില വീടുകളിൽ പടികൾ മാറ്റി ലിഫ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുമെന്നും അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നും അവൾ ഓർമ്മിച്ചു. സ്വർഗത്തിലെത്തുവാനുള്ള ആഗ്രഹത്തിൽ തെരേസ വളരെ നേരായതും ചെറുതുമായ ഒരു വഴി, ഒരു പുതിയ വഴി, ദൈവത്തിലേക്ക് ഉയർത്തുന്ന ഒരു ലിഫ്റ്റ് എന്നിവയ്ക്കായി തിരയാൻ തുടങ്ങി. കാരണം പൂർണ്ണതയുടെ പടികൾ കയറാൻ അവൾ വളരെ ചെറുതായിരുന്നു. അവൾ വിശുദ്ധി തേടി വിശുദ്ധ തിരുവചനത്തിലേക്ക് തിരിഞ്ഞു. ഒരു ദിവസം അവൾ യാദൃശ്ചികമായി അവളുടെ സഹോദരി സെലിൻ ശേഖരിച്ച തിരുവചനത്തിന്റെ ശേഖരം തുറന്നു. അതിൽ സദൃശ്യവാക്യങ്ങളുടെ ഒരു ഭാഗം കണ്ടെത്തി. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ. വിശുദ്ധി കൈവരിക്കുന്നതിന് നാം ചെറുതാകണം. നമ്മുടെ ശിശുത്വ നിമിത്തം നമ്മുടെ സ്വന്തം ശക്തികളാൽ നമുക്കത് നേടാൻ കഴിയാത്തതിനാൽ ദൈവത്തെ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. എന്നിരുന്നാലും പരിഹാരം അപൂർണമായി തുടരുന്നു. തന്റെ അടുക്കൽ വന്ന ശിശുവിന് ദൈവം എന്തു ചെയ്യും? അവൾ വീണ്ടും വിശുദ്ധ ഗ്രന്ഥം തുറന്നു. ദൈവം യേശയ്യായിലൂടെ മറുപടി പറഞ്ഞു. നിന്നെ അവൾ പാലൂട്ടുകയും എളിമയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. ദൈവം ക്രിസ്തുവിലൂടെ കൊച്ചുകുട്ടിയെ തന്നിലേക്ക് ഉയർത്തുകയും അവളെ ഒരു വിശുദ്ധയാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു വിശുദ്ധയാകണമെങ്കിൽ നാം എളിമ, ആത്മവിശ്വാസം, പരിത്യാഗം എന്നിവയിലൂടെ ദൈവത്തിലേക്ക് പോകണം. ആത്മീയ ശിശുത്വത്തിലൂടെ ഈ വഴിയിൽ പ്രവേശിച്ച് ക്രിസ്തുവിനെ തന്നെ സമർപ്പിക്കുന്നവനെ അവൻ വിശുദ്ധീകരിക്കുകയും ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഈ ആത്മീയ ശിശുത്വത്തെയാണ് കൊച്ചു ത്രേസ്യ വളരെ നേരായ, വളരെ ഹ്രസ്വമായ പുതിയ കുറുക്കുവഴി എന്ന് വിളിച്ചത്. I burned with the desire to snatch the souls of great sinners from the eternal flames. തെരേസ ശക്തയോ പ്രശസ്തയോ ആയിരുന്നില്ല. അവൾ മല കയറുകയോ സിംഹങ്ങളെ മെരുക്കുകയോ ചെയ്തില്ല. വാസ്തവത്തിൽ അവൾ ഒരു കുട്ടിയായിരുന്നു. ചെറുതും വളരെ സെൻസിറ്റീവും ചിലപ്പോൾ അല്പം ചാട്ടിക്കാരിയുമായിരുന്നു. എന്നാൽ ഈ കൊച്ചു പെൺകുട്ടി അസാധാരണമായി എന്തോ ഒന്ന് വിശ്വസിച്ചു. വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല, ചെറിയ വഴികളിൽ സ്നേഹിച്ചുകൊണ്ടാണ് ഏറ്റവും ചെറിയ ആത്മാവിന് പോലും ഉന്നതിയാകാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചത്.
തെരേസ എല്ലാ ദിവസവും ഈ കുറുക്കു വഴിയിലൂടെ ജീവിക്കാൻ തുടങ്ങി. അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ പകരം അവൾ പുഞ്ചിരിച്ചു. ഒറ്റപ്പെട്ടതായി തോന്നിയപ്പോൾ അവൾ അത് യേശുവിന് സമ്മാനമായി സമർപ്പിച്ചു. 1887 തന്റെ മൂത്ത സഹോദരിമാർ അംഗങ്ങളായ ലിസ്സുവിലെ കാർമൽ സന്യാസിനി മഠത്തിൽ പ്രവേശനത്തിനായി അപേക്ഷിച്ചെങ്കിലും പ്രായക്കുറവ് മൂലം അത് നിഷേധിക്കപ്പെട്ടു. എങ്കിലും പിതാവിനോടും സഹോദരിയോടൊപ്പം റോമിലേക്ക് തീർത്ഥയാത്ര നടത്തുകയും അഭിമന്യ പിതാവിനെ കണ്ട് അനുവാദം മേടിച്ച് 1888 സന്യാസ പ്രവേശനം സാധ്യമാവുകയും ചെയ്തു. അങ്ങനെ സ്നേഹമാണ് എൻ്റെ ദൈവവിളി എന്ന ഉറച്ച ബോധ്യത്തോടെ സന്യാസ ജീവിതം ആരംഭിച്ചു വിശുദ്ധ കൊച്ചുത്രേസ്യ. Most Holy Father, I have a great favor to ask of you. In honor of your Jubilee, permit me to enter Carmel at the age of 15. I don't think I understand. Holy Father, this is a child who wants to enter Carmel at the age of 15. The superiors are considering the matter at the moment. Do what the superiors tell you. ചെറിയ കാര്യങ്ങളിൽ പോലും നിറഞ്ഞു നിന്നിരുന്ന ദൈവിക സാന്നിധ്യ സ്മരണയായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിന്റെ പ്രത്യേകത. ലിസ്സുവിലെ കാർമലിന്റെ നിശബ്ദതയിൽ ദൈവമുമ്പാകെ ഒരു കൊച്ചുകുട്ടിയെ ആകുവാനുള്ള സുവിശേഷ ആഹ്വാനത്തിന്റെ പ്രതിഫലനമായി വിശുദ്ധ ഈശോയുടെ കൊച്ചുത്രേസ്യ തന്റെ മറഞ്ഞിരിക്കുന്ന ജീവിതം ആരംഭിച്ചു. അവളുടെ ചെറിയ വഴി ആത്മീയ ശിശുത്വത്തിന്റെ പാത മഹത്തായ അത്ഭുതങ്ങളോ പൊതു ശുശ്രൂഷയോ അല്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയിലും സ്നേഹത്തിലും ആഴത്തിലുള്ള വിശ്വാസവും അസാധാരണമായ വിശ്വാസത്തോടെ സാധാരണ കാര്യങ്ങൾ എളിമയോടെ സ്വീകരിച്ചതുമാണ്. ചെറിയ കാര്യങ്ങളിൽ വിശുദ്ധി സാധ്യമാണെന്ന് തെരേസ വിശ്വസിച്ചു. കോൺവെന്റിലെ തന്റെ ദൈനംദിന ജീവിതത്തിൽ അവൾ അത് തെളിയിച്ചു. ഉദാഹരണത്തിന് തുണി അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് സഹോദരിമാർ വെള്ളം തെറിപ്പിച്ച് അവളെ ശല്യപ്പെടുത്തിയപ്പോഴും തെരേസ ഒരിക്കലും പരാതിപ്പെട്ടില്ല. പകരം സ്നേഹത്തിന്റെ ഒരു മറഞ്ഞിരിക്കുന്ന പ്രവൃത്തിയായി അവൾ തന്റെ അവസ്ഥയെ നിശബ്ദമായി യേശുവിന് സമർപ്പിച്ചു. അവൾ എഴുതി, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ ഒരുതരം സംഗീതം ഉണ്ടാക്കി, അത് യേശുവിന് സമർപ്പിച്ചു. ഇതായിരുന്നു ഇവളുടെ കുറുക്കുവഴി. അസ്വസ്ഥതയെ പ്രാർത്ഥനയായും അസ്വസ്ഥതയെ സ്നേഹമായും പരിവർത്തനം ചെയ്തു.
മറ്റൊരിക്കൽ ഒരു പാത്രം പൊട്ടിച്ചതായി അവൾക്കെതിരെ വ്യാജമായി ആരോപിക്കപ്പെട്ടു. സ്വയം പ്രതിരോധിക്കുന്നതിനു പകരം കുറ്റാരോപിതരുടെ മുമ്പിൽ നിശബ്ദയായിരുന്നു. ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ഒരു മാർഗമായി അതിനെ സ്വീകരിച്ചുകൊണ്ട് അവൾ നിശബ്ദയായി. അവളുടെ സന്തോഷം ശരിയായിരിക്കുന്നതിലല്ല, മറിച്ച് താഴ്മയോടെ യേശുവുമായി ഐക്യപ്പെടുന്നതിലായിരുന്നു. Sister Therese, it was very careless to break that vase. And then to hide your mistake? I must say I'm a bit surprised. But, Sister, Yes, Sister. I'll try to be more careful next time. This little victory over my will cost me very much. I discovered that when I did my duty without excuses, no one noticed. ശാരീരിക കഷ്ടപ്പാടുകളിൽ പോലും തെരേസ ആത്മീയ ശിശുത്വം പരിശീലിച്ചു. ക്ഷയരോഗം ബാധിച്ച് അവൾ ഗുരുതരമായ രോഗാവസ്ഥയിലായപ്പോൾ അവൾ ക്ഷമയോടെയും വിശ്വസ്തയോടെയും വേദന സഹിച്ചു. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നതെല്ലാം എത്ര ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Sister, come quickly and help me with Cough, please. Try to rest, my dear. ദൈവത്തിൻ്റെ കാരുണ്യത്തിലുള്ള അവളുടെ പൂർണ്ണ ആത്മവിശ്വാസത്തിലും അവളുടെ ആത്മീയ ശിശുത്വം ദൃശ്യമായിരുന്നു. അവൾ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് വേണ്ടി തന്നെ ഇത്ര ചെറുതാക്കിയ ഒരു ദൈവത്തെ എനിക്ക് ഭയപ്പെടാൻ കഴിയില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ സ്നേഹവും കരുണയും മാത്രമാണ്. പിതാവിൻ്റെ കൈകളിലേക്ക് ഓടിയെത്തുന്ന ഒരു കുട്ടിയെപ്പോലെ തെരേസ തൻ്റെ ആത്മാവിനെ പൂർണ്ണമായും ദൈവത്തിൻ്റെ പരിചരണത്തിൽ അർപ്പിച്ചു. ഒരിക്കലും സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചില്ല, മറിച്ച് അവൻ്റെ സ്നേഹത്തിൽ മാത്രം ആശ്രയിച്ചു. I didn't expect to suffer like this. I'm suffering like a little child. സമൂഹ ജീവിതത്തിൽ കൊച്ചുത്രേസി എപ്പോഴും അവസ്ഥാന സ്ഥാനം തിരഞ്ഞെടുക്കുവാനും ഏറ്റവും എളിയ ജോലികൾ ചെയ്യുവാനും വലിയ വില കൊടുക്കേണ്ടി വന്നാലും ദയ കാണിക്കാനും ശ്രമിച്ചു. ഒരു സഹോദരിക്ക് പ്രത്യേക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ തെരേസ മനഃപൂർവ്വം അവളുടെ അടുത്തിരുന്ന് പുഞ്ചിരിച്ചു, ക്രിസ്തുവിനായി അവളുടെ ഹൃദയം കീഴടക്കാൻ. ഒരിക്കൽ സഹോദരി പറഞ്ഞു, സിസ്റ്റർ തെരേസ, എന്താണ് നിങ്ങളെ എന്നിലേക്ക് ഇത്രയധികം ആകർഷിക്കുന്നതെന്ന് പറയൂ. അത് മറഞ്ഞിരിക്കുന്ന സ്നേഹത്തിൻ്റെ ശുദ്ധമായ പ്രവൃത്തിയാണെന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെയും ചെറിയ കാര്യങ്ങളിൽ പോലും സ്നേഹിക്കുന്നതിലൂടെയും ആർക്കും എത്ര ചെറുതോ ദുർബലയോ ആകട്ടെ വിശുദ്ധയാകാൻ കഴിയുമെന്ന് അവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആഴമേറിയ ആശ്രയബോധത്തിൽ ഉറച്ച ആത്മീയതയുടെ കുറുക്കുവഴിയിലൂടെ അവൾ യേശുവിൽ എത്തിച്ചേർന്നു. ദൈവമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1897 സെപ്റ്റംബർ 30 ചെറുപുഷ്പം അടർന്നു വീണു.
ഈ മനോഹരമായ ബസിലിക്കായിലെ ചുവർ ചിത്രങ്ങൾ വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മെ നല്ല ഇടയനായ യേശുവിലേക്ക് അടുപ്പിക്കുന്നു എന്ന വലിയ സത്യം വിളിച്ചോതുന്നവയാണ്. സ്നേഹിക്കുക എന്നത് മാത്രമായിരുന്നു ഇവളുടെ ജീവിതം. ലിസുവിലെ കാർമൽ മഠത്തിലെ ചാപ്പലിലെ ഈ മെഴുകുരൂപത്തിനുള്ളിൽ അവളുടെ തിരുശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നു.